ഈ മുദ്ര ലോൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ മതി, ബാങ്കുകാർ ഓടിച്ചു വിടും. ഒരു കമന്റ്. രണ്ടാമത്തെ കമന്റ്, അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്, പാവങ്ങൾക്ക് കിട്ടില്ല. മൂന്നാമത്തെ കമന്റ്, അതൊക്കെ BJPക്കാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, അവരുടെ ഓഫീസ് വഴിയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ കുറെ അധികം കമന്റുകൾ വന്നു. ഈ കമന്റുകളിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം എന്തുകൊണ്ട് നമുക്ക് ലോൺ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിനു മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞിരിക്കണം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിരുന്നു. അതിലും അത് കേട്ടതിന് ശേഷം അല്ലെങ്കിൽ കണ്ടതിന് ശേഷവും ആളുകളുടെ പ്രതികരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ റിജക്റ്റ് ആയത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യം അതിലേക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വരാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്മോൾ ബിസിനസ്സുകൾ റൺ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. MSMEകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ടാർഗറ്റഡ് ആയിട്ടുള്ള ബോറോവേഴ്സ്, അതായത് ലോൺ എടുക്കുന്ന ആളുകൾ. രണ്ടാമത്, ഏതൊക്കെ സെക്ടറാണ് എലിജിബിൾ ആയിട്ടുള്ളത്? പല സെക്ടറും എലിജിബിൾ ആണ്, എങ്കിൽ പോലും ചിലതൊക്കെ എലിജിബിൾ അല്ലതാനും. ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, നോൺ ഫാം ആയിരിക്കണം. അതായത് കൃഷി, നേരിട്ടുള്ള കൃഷി ആയിരിക്കരുത്. നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഏതാണ്ടൊക്കെ എല്ലാ മാനുഫാക്ചറിങ്ങുകൾക്കും പ്രോസസ്സിങ്ങുകൾക്കും ട്രേഡിങ്ങുകൾക്കും സർവീസുകൾക്കും ഈ സെക്ടറിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ മുദ്ര ലോൺ അവൈൽ ചെയ്യാവുന്നതാണ്. ഏതൊക്കെ ഗ്രൂപ്പാണ് കവേർഡ് ആയിട്ടുള്ളത്? എന്റർപ്രനേഴ്സ്, ആർട്ടിസാൻസ്, ഷോപ്പ് കീപ്പേഴ്സ്, വെൻഡേഴ്സ്, സ്മോൾ മാനുഫാക്ചേഴ്സ്, പിന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവര്, അതായത് ജസ്റ്റ് ലൈക്ക് ബ്യൂട്ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവര്, കാറ്ററിംഗ് ചെയ്യുന്നവര്, റിപ്പയറിംഗ് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നവര്, ഇവരൊക്കെ എലിജിബിൾ ആണ്. ഈ ഒരു ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ലോൺ എടുക്കുന്ന ആള് സ്മോൾ ഇൻകം ബോറോവർ എന്നാണ് അവർ പറയുന്നത്. ഈ ആളുകൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള കൊളാറ്ററൽ സെക്യൂരിറ്റി ബാങ്കുകൾക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ലോൺ ലഭിക്കാത്ത ആളുകൾക്കാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാങ്കുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈട് വെക്കണം, ആധാരം കൊണ്ട് ഈട് വെക്കണം, ലോൺ ഗോൾഡ് കൊണ്ട് ഈട് വെക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ബിസിനസിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഏത് ടൈപ്പ് ബിസിനസ്സുകളാണ് എലിജിബിൾ ആയിട്ടുള്ളത് മുദ്ര ലോണിന് എന്ന് പറയാം. മുദ്ര ലോൺ നിങ്ങൾക്കറിയാവുന്നതാണ്, 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈവൻ അതിന്റെ പേര് പറഞ്ഞു പോകാം. ശിശു ലോൺ കിട്ടുന്നുണ്ട്, നമുക്ക് 50,000 രൂപ വരെയാണ് കിട്ടുന്നത്. ഒരു ജസ്റ്റ് ഒരു സ്ഥാപനം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ലോൺ കിട്ടുന്നത്. രണ്ടാമത്തത് കിഷോർ ലോൺ ആണ്. 50,001 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യിക്കാൻ വേണ്ടി, വളർത്താൻ വേണ്ടിയാണ് ഇത് കിട്ടുന്നത്. മൂന്നാമത്തെ കാറ്റഗറി തരുൺ ലോൺ ആണ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിന് വേണ്ടിയുള്ള ലോണാണിത്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് അവിടെ കിട്ടുന്നത്. അതും നമ്മളുടെ ബിസിനസ്സിനെ അടുത്ത സ്കെയിലിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പണമാണ്. ഇവിടെ റീസെന്റ് വന്ന അപ്ഡേഷൻ തരുൺ പ്ലസ് വന്നിട്ടുണ്ട്. അതായത് 20 ലക്ഷം രൂപ വരെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടും. ഇനി ജസ്റ്റ് 1-2 എക്സാമ്പിൾ പറയാം. അത് മാത്രമല്ല എങ്കിൽ പോലും അത് പറയാം. സ്മോൾ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, എന്താ പറയുക, ജസ്റ്റ് ലൈക്ക് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്സ്, എന്തെങ്കിലുമൊക്കെ ചെറിയ മാനുഫാക്ചറിങ് പ്രോസസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം കിട്ടും. സർവീസ് എന്റർപ്രൈസസ്, അതായത് നമുക്ക് ബ്യൂട്ടി സലൂൺസ്, റിപ്പയർ ഷോപ്സ്, ലോജിസ്റ്റിക് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ പേർക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് കിട്ടും. പിന്നെ ഫുഡ് സർവീസസ്, അതായത് നമ്മളുടെ സ്മോൾ കഫേകള്, കാറ്ററിംഗ് യൂണിറ്റുകള്, ഫുഡ് റിലേറ്റഡ് ബിസിനസ്സിന് ഇതൊക്കെ കിട്ടും. പിന്നെ ട്രേഡേഴ്സ്, റീറ്റെയിലേഴ്സ്, അതായത് നമ്മളുടെ ഗ്രോസറി ഷോപ്പ്, പലചരക്ക് വ്യാപാരം, ജനറൽ സ്റ്റോഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ട്രേഡേഴ്സിനും കിട്ടും. പിന്നെ വന്നിട്ട് നമ്മുടെ ആർട്ടിസാൻസ്, കലാകാരന്മാർ, അവരുടെ കലാരൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന, ക്രാഫ്റ്റ് ഉണ്ടാക്കി വെക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഇത് കിട്ടും. ക്രാഫ്റ്റ് മേക്കേഴ്സിന് കിട്ടും. പിന്നെ സ്മോൾ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ബിസിനസ്സസ്,
എക്സ്ക്ലൂഡിംഗ് ഡയറക്റ്റ് ഫാമിംഗ്, നേരിട്ടുള്ള കൃഷി ഒഴിച്ച് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾക്ക് ഈ ലോൺ ലഭിക്കും. കൃഷിക്ക് മാത്രം ലഭിക്കില്ല. ഇനി നമുക്ക് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ഏതൊക്കെ കാര്യത്തിന് കിട്ടില്ല എന്നുള്ള കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് അഗ്രികൾച്ചർ, നേരിട്ടുള്ള കൃഷി കിട്ടില്ല. എന്നാൽ ഈ അഗ്രികൾച്ചർ ചെയ്തു വരുന്ന പ്രോഡക്റ്റ്, ഇപ്പൊ നെല്ലാണെങ്കിൽ നെല്ല്, അത് നമ്മളുടെ ഗോഡൌൺ, വെയർ ഹൗസിങ്, അതിന്റെ സീഡ് പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാണ്. പിന്നെ കിട്ടാത്തത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് കിട്ടുകയില്ല. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ഓർ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിന് ഈ ലോൺ ലഭ്യമല്ല. മൂന്നാമത്തത് ഫിനാൻഷ്യൽ ട്രേഡിങ്ങിന് കിട്ടില്ല. അതായത് സ്റ്റോക്ക് ട്രേഡിങ് ചെയ്യുക, ഷെയർ ട്രേഡിങ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള, ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ഒരു ബിസിനസ്സിനും, ഇല്ലെങ്കിൽ മണി ലെൻഡ് ചെയ്യുന്നവർക്ക്, മണി കടം കൊടുക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ലോൺ ലഭ്യമല്ല. പിന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർ, ഇല്ലെങ്കിൽ അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ് ചെയ്യുന്നവർക്ക് ഇത് കിട്ടില്ല. അതായത് ഗാംബ്ലിങ് ചെയ്യുക, നമ്മളുടെ റമ്മി കളിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗാംബ്ലിങ് ചെയ്യുക. ലിക്വർ ബിസിനസ്, അതായത് മദ്യ വ്യാപാരത്തിന് കിട്ടത്തില്ല. ടുബാക്കോ, പുകയില വ്യാപാരത്തിന് കിട്ടത്തില്ല. അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്കൊന്നും ഈ ലോൺ ലഭ്യമാകില്ല. പിന്നെ വരുന്നത് ലാർജ് കോർപ്പറേഷൻസ്, അതായത് ഇത് മൈക്രോ ബിസിനസിനെ അല്ലെങ്കിൽ സ്മോൾ ബിസിനസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ കമ്പനികൾക്ക്, ലാർജ് കോർപ്പറേഷൻസ് ഇല്ലെങ്കിൽ കമ്പനീസ് ഒന്നും ഈ ലോൺ ലഭ്യമാകില്ല. ഇനി ഒരു കാറ്റഗറി കൂടിയുണ്ട്, നമ്മുടെ എൻവയറൺമെന്റിന് റിസ്ക് ഉണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സിനും ഇത് കിട്ടില്ല. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മളുടെ ബിസിനസ് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലാണെങ്കിൽ അവർ റിജക്ട് ചെയ്യും. ഇനി എന്തൊക്കെയാണ് അപ്രൂവലിനുള്ള കീ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ആണ്. ഈ പ്ലാൻ ഇല്ലാതെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പേപ്പർ അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഈ ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കുന്നവർ എല്ലാ ടൗൺഷിപ്പിലും ഉണ്ട്. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചുറ്റളവിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഡയറക്റ്റ് CAമാരുടെ അടുത്തൊന്നും പോയിട്ട് ഒരു കാര്യവുമില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്ലാനും പ്രോജക്റ്റും ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററിൽ ചെന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഗൈഡ് ചെയ്തു തരും നിങ്ങൾക്ക് എവിടെയാണുള്ളത്, ആരെ കാണണം എന്നുള്ളത്. രണ്ടാമത്തത് വേണ്ടത് ഇൻകം സോഴ്സ് കാണിക്കണം. നമുക്ക് പ്രൂഫ് ഓഫ് എബിലിറ്റി ടു റീപേ ദ ലോൺ, അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള കഴിവ് നമ്മൾ കാണിച്ചിരിക്കണം. അതൊരു ഇൻകം സോഴ്സ് ആണ് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്ത് അടയ്ക്കാം എന്നുള്ളത് പ്രൂവ് ചെയ്യണം നമ്മൾ. മൂന്നാമത്തെ കാര്യം KYC വേണം. നോ യുവർ കസ്റ്റമർ, KYC അതാണ്. KYC വേണം. ക്രെഡിറ്റ് വർത്തിനെസ് വേണം. അതായത് KYC കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് അത് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കും. നേരത്തെ എവിടുന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ, അതെങ്ങനെയാണ് അടച്ചു തീർത്തത്, അതിനൊത്തിരി ലാപ്സ് വരുത്തിയിട്ടുണ്ടോ, അതോ അടയ്ക്കാതെ ഇട്ടിരിക്കുകയാണോ, എന്നിട്ടാണോ അടുത്ത ലോണിന് വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നിരിക്കുന്നത്, ഇതൊക്കെ അവർ കൃത്യമായിട്ട് നോക്കും. ഇനി ലോൺ ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യാൻ പബ്ലിക് സെക്ടർ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം, പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം, റൂറൽ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യാം, കോർപ്പറേറ്റ് ബാങ്കുകളെ അപ്രോച്ച് ചെയ്യാം. പിന്നെ മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, MFI, അവരെ അപ്രോച്ച് ചെയ്യാം മുദ്ര ലോണിന് വേണ്ടിയിട്ട്. ഈവൻ ഇസാഫ് പോലെയുള്ള ബാങ്കുകൾ പോലും മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി എളുപ്പം അവരെയൊക്കെ പോയി കാണുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കും ബിസിനസ് ഒരുപാട് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ്, അതായത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി വേണം നമുക്ക്, പ്രൂഫ് ഓഫ് അഡ്രസ് വേണം നമുക്ക്, ബിസിനസ് പ്ലാൻ വേണം നമുക്ക്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം നമുക്ക്, പിന്നെ നെസസറി ലൈസൻസുകൾ വേണം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിന് തീർച്ചയായിട്ടും ട്രേഡിംഗ് ലൈസൻസ് കാണും, ഇല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കാണും. അങ്ങനെയുള്ള ലൈസൻസുകളുടെ എല്ലാം കോപ്പി ഇവർ ആവശ്യപ്പെടും. അതായത് ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആണോ, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, ഈ ബിസിനസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവർ ചെക്ക് ചെയ്യും. ഇനി ആദ്യമായിട്ട് ചെല്ലുന്നവരാണെങ്കിൽ ആ രീതിയിലുള്ള ചെക്കിങ് അവർ നടത്തും. ഇനി പർപ്പസ് ആൻഡ് യൂസ് ഓഫ് ഫണ്ട്സ്. എന്ത് പർപ്പസിനാണ് ഇത് എടുക്കുന്നത്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈ ഫണ്ട് എല്ലാം നമ്മൾ എടുക്കുന്നത്
നമുക്ക് ബിസിനസ് പർപ്പസിനാണ്. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് ഉപയോഗിക്കാം, പർച്ചേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, അതായത് എക്യുപ്മെന്റ് പർച്ചേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, ഒരു സ്പേസ് ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പിന്നില്ലെങ്കിൽ അതർ ഓപ്പറേഷണൽ എക്സ്പെൻസസ് ആയിട്ട് നമുക്കിത് കൃത്യമായിട്ട് ഉപയോഗിക്കാം. എന്നാൽ മിസ്യൂസ് ഓഫ് ഫണ്ട്സ്, അങ്ങനൊരു സംഭവം കൂടിയുണ്ട്. നമ്മളുടെ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുക, നമ്മളുടെ പേഴ്സണൽ പർപ്പസിന് അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടി ഡൈവേർട്ട് ചെയ്ത് നോൺ ബിസിനസ് എക്സ്പെൻസസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് പെനാൽറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്, ഡിസ്ക്വാളിഫൈ ആകാനുള്ള സാധ്യത കൂടുതലാണ്, ഫ്യൂച്ചറിൽ നമുക്കൊരു ലോൺ പോലും കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുമ്പോട്ട് കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മളുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യുന്നത്? അതാണ് ഏറ്റവും വലിയ കാര്യം. പലരുടെയും പ്രശ്നവും അത് തന്നെയാണ്. ഓടി തളർന്നു, ചെരുപ്പ് തേഞ്ഞു, പക്ഷെ മുദ്ര ലോൺ കിട്ടത്തില്ല, പാർട്ടിക്കാർ പറയണം, അവര് പറയണം, ഇവര് പറയണം, ഇല്ലെങ്കിൽ വലിയ വലിയ പാർട്ടികളായിരിക്കണം എന്നൊക്കെയുള്ള കംപ്ലൈന്റിന്റെ ഉത്തരമാണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യത്തെ കാര്യം, ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ബിസിനസ് പ്ലാനിങ്. നമുക്കൊരു സോളിഡ് ബിസിനസ് പ്ലാൻ ഇല്ലെങ്കിൽ റവന്യൂ ഫോർകാസ്റ്റ് ഇല്ലെങ്കിൽ, എവിടുന്ന് റവന്യൂ വരും, എങ്ങനെ വരും, എത്ര വരും എന്നുള്ള കാര്യം നമുക്ക് പോലും അറിയില്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യും. അതൊക്കെ നമ്മളുടെ കോൺഫിഡൻസ്, നമ്മൾ കൊടുക്കുന്ന പ്ലാൻ ഒക്കെ അനുസരിച്ചാണ് അത് വരുന്നത്. പിന്നെ അൺക്ലിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കന്റിന്റെ പുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി ആണെങ്കിൽ, ഇല്ലെങ്കിൽ നോ ട്രാക്ക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കൃത്യമായിട്ട് എടുക്കുക, കൃത്യമായിട്ട് അടയ്ക്കുക, കൃത്യമായിട്ട് എടുക്കുക, കൃത്യമായിട്ട് അടയ്ക്കുക, സോഴ്സ് കാണിക്കുക, ഇൻകം കാണിക്കുക. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാത്ത ആളുകൾക്ക് ഈ ലോൺ ലഭിക്കുകയില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ആ ഒരു റിജക്ഷൻ എന്ന് കരുതിയാൽ മാത്രം മതി. പിന്നെ നോൺ കംപ്ലൈൻസ്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഡോക്യുമെന്റ്സ് കൊടുക്കാൻ പറ്റാതിരിക്കുക, KYC റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കാൻ പറ്റുക. ഈ ഒരു അവസ്ഥയിലും നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാം. പിന്നെ ഇൻഎലിജിബിൾ ബിസിനസ് ടൈപ്പ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഎലിജിബിൾ ഏതൊക്കെയാണെന്നുള്ളത്. ആ ഒരു ബിസിനസ്സും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നേരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ. അല്ലാതെ മുദ്ര ലോൺ കൊടുക്കാൻ വേണ്ടി തന്നെയുള്ളതാണ്. കേരളത്തിൽ തന്നെ കോടി രൂപയാണ് മുദ്ര ലോൺ ആയിട്ട് ഓരോ വർഷവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓൾറെഡി നമ്മൾ മുദ്ര ലോണിന്റെ ഡീറ്റെയിൽസ് എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസിൽ 2021-22 വരെ എത്ര കോടി രൂപ കേരളത്തിൽ മാത്രം കൊടുത്തു, എത്ര ബിസിനസ്സുകൾക്ക് കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് വരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ആദ്യം നമ്മളെ പഠിക്കുക, നമ്മളെ ശരിയാക്കുക, അതിനുശേഷം മാത്രമേ ലോണിന് പോയിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യം പറഞ്ഞതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. ഞാൻ ഉള്ള ഫാക്റ്റ് ആണ് പറയുന്നത്. ഇതിനൊരു ഏജന്റ് ഇല്ല, എടുത്തു കൊടുക്കാൻ ആളില്ല. നമ്മൾ തന്നെയാണ് ഇതിന്റെ ഏജന്റ്. ഡയറക്റ്റ് ബാങ്ക് ആണ് ഇത് ചെയ്യുന്നത്. ഒരു ഫ്രോഡ് സൈറ്റിലും കയറി അപ്ലൈ ചെയ്ത് 1800 കൊണ്ടുപോവാ, 1900 കൊണ്ടുപോവാ, 2000 കൊണ്ടുപോവാ, ഇൻഷുറൻസ് എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം എന്ന് പറഞ്ഞ് പൈസ കൊണ്ട് കളയരുത്. അതുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.